ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ലേഗോസ് നോളേജ്. ഇത് നമ്മുടെ കോളേജിലെ പൊങ്കൽ സെലിബ്രേഷനാണ് കേട്ടോ. അവിടെ ഒത്തിരി നമ്മൾ ഇതെന്തിനാണ് ഏതാണെന്നൊന്നും നമുക്ക് കേരളത്തിലുള്ള ആളുകൾക്ക് അറിയത്തില്ല. ഇവിടെ 7 കന്യകമാരും പിന്നെ ഒരു ഗോഡും, അങ്ങനെ ടോട്ടൽ 8 പേരാണ് അവിടെ വെച്ചിട്ടുള്ളത്. സോ എന്തിനാണ് പൊങ്കൽ ആഘോഷിക്കുന്നത്? നമുക്കറിയുന്ന പൊങ്കൽ ഏതാണ്? മാട്ടുപ്പൊങ്കൽ മാത്രമാണ് അല്ലേ? ഓക്കെ, നമ്മൾ ഈ മാട്ടുപ്പൊങ്കൽ മാത്രമല്ല കേട്ടോ, ടോട്ടൽ 4 പൊങ്കലാണുള്ളത്. ഒന്ന് ഭോഗി, രണ്ടാമത്തെ ദിവസം ആഘോഷിക്കുന്നതാണ് തൈപ്പൊങ്കൽ, മൂന്നാമത്തെ ദിവസം മാട്ടുപ്പൊങ്കൽ, നാലാമത്തെ ദിവസം കാണം പൊങ്കൽ എന്ന് പറയും. സോ നമ്മുടെ ഓണം പോലെ തന്നെയാണ് പുതു ഡ്രസ്സും വസ്ത്രം ഡ്രസ്സെല്ലാം എടുത്തിട്ട് അവർ പുതുതായിട്ടൊരു ദിവസം കടന്നു വരുന്ന പോലെയാണ് ഇത് ആഘോഷിക്കുന്നത്. ഇത് കർഷക ദിവസമായിട്ട് സൂര്യഭഗവാനോട് നന്ദി രേഖപ്പെടുത്തുന്നത് പോലെയും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡേ ഭോഗി ദിവസത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങളും മറ്റുമെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കത്തിച്ച് കളയും. അതല്ലാതെ വിറകും ചാണകവുമാണ് ഇതിൻ്റെ കൂടെ കത്തിച്ച് കളയും. രണ്ടാമത്തെ ദിവസം ആഘോഷിക്കുന്ന ഒന്നാണ് നമ്മുടെ തൈപ്പൊങ്കൽ. ഈ തൈപ്പൊങ്കലിലെ കോലവും ഇതൊക്കെ അതിമനോഹരമായിട്ട് കോലമൊക്കെ ഇട്ടിട്ടുണ്ടാവും. എല്ലാ വീടുകളിലും ഭയങ്കര ആഘോഷമായിരിക്കും. ഈ സമയത്ത് പൊങ്കൽ വയ്ക്കും. ഈ പൊങ്കാലെന്ന് പറയുമ്പോൾ അരിയും കരിമ്പും തേങ്ങ വെള്ളം പിന്നെ ഇങ്ങനെ ശർക്കര ഇതെല്ലാം ചേർത്തിട്ട് പൊങ്കൽ വയ്ക്കും കേട്ടോ. പൊങ്കൽ വെച്ച് അത് തിളച്ച് മുകളിൽ പൊങ്ങി വരുമല്ലോ. പൊങ്ങി വരുന്ന സമയത്ത് ദൈവം സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തി എന്നാണ് അവരുടെ ഒരു ഐതിഹ്യമുള്ളത്. സോ ആ ഒരു ഇതിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്, ദൈവം ഇന്ന് വരെ നമ്മൾ കരുതി എന്നുള്ളത്. മൂന്നാമത്തെ പൊങ്കലാണ് മാട്ടുപ്പൊങ്കൽ എന്ന് പറയുന്നത്. മാട്ടുപ്പൊങ്കലിൽ മാടിനെ വളരെ അലങ്കരിച്ച് നിർത്തി കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തിയിട്ടുണ്ടാകും. അവരുടെ നമ്മളൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഉപയോഗിക്കുന്നത് നമ്മൾ കന്നുകാലികളെയാണ്. സോ അതിൻ്റെ ദൈവം ശിവൻ ഭൂമിയിലേക്ക് നന്ദി അയച്ചു എന്നും നന്ദിയെ ഈ ഭൂമിയിൽ വന്ന് ഉഴുതു കൊടുക്കാനൊക്കെ പറഞ്ഞു എന്നും ആ ഒരു ഐതിഹ്യത്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഒരു മാട്ടുപ്പൊങ്കൽ ആഘോഷിക്കുന്നത്. നാലാമത്തെ ദിവസമാണ് കാണം പൊങ്കൽ. ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സായി ഒത്തുചേരുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് മാട്ടുപ്പൊങ്കൽ. എന്നിരുന്നാലും നമ്മുടെ ഓണം പോലെയും വിഷു പോലെയുമുള്ള ഒരു വളരെ നല്ലൊരു സെലിബ്രേഷനാണ്. തമിഴ്നാട്ടിൻ്റെ പാരമ്പര്യം ഉയർത്തുന്ന ഒരു സെലിബ്രേഷനാണ്. ഇപ്പോൾ നമ്മുടെ കോളേജിൽ പറയുമ്പോൾ ഓൾറെഡി ചെണ്ടമേളവും എല്ലാം ഉണ്ട്. സോ അതല്ലാതെ നമ്മൾ വന്ന് ഒത്തിരി ഡാൻസ്, പാട്ട്, ഗെയിംസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. സോ നിങ്ങൾ ബാലൻസ് ഉള്ളത് നിങ്ങൾ കണ്ടോളൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. വാട്സ് എ வீடியோ எதுக்கு தெரியுமா? அவ்வாறு நோக்கினான் எவ்வாறு நாடுவேன், கண்ணாடி முன் நின்று பார்த்து கொண்டேன். தமிழை காக்கும் பேசுவ கொடியானோ எண்ணி பாடும் என்னை அதாவது இந்த பாட்டுக்கு நான் கண்டினியூஸா வைப் பண்ணிக்கிட்டே இருக்கேன். உங்க வீட்டு வைப் இல்ல, எங்க வீட்டு வைப் இல்ல, அப்படி வைப்.